പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്, നമസ്കാരം. +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ നമ്പർ 6 കൾച്ചറൽ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ എന്ന അധ്യായത്തിലെ +2 പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടുന്ന ഈ ഓഡിയോ ക്ലാസ് പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഓൾ ഓഫ് യു. ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഒന്നാം ചോദ്യത്തെ പരിചയപ്പെടാം. ഡിഫൈൻ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. സാമുദായിക സ്വത്വത്തെ നിർവചിക്കുക. എന്താണ് സാമുദായിക സ്വത്വം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണെന്നൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യർക്കും ഒരു സ്വത്വബോധം, സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആവശ്യമുണ്ട്. എല്ലാവർക്കും ഞാൻ ആരാണെന്നുള്ളതാണ് സ്വത്വബോധം. ഇത് ആവശ്യമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനായിട്ട് എല്ലാ മനുഷ്യർക്കും ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, സ്വത്വബോധം ആവശ്യമാണ്. ഇതിനെയാണ് സാമുദായിക സ്വത്വം, കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾ, വ്യക്തികളുടെ ആഗ്രഹങ്ങൾ, അവരുടെ വീക്ഷണം, ലക്ഷ്യങ്ങൾ, ഗോൾസ്, ഇൻസൈറ്റ് തുടങ്ങിയവ നിശ്ചയിക്കുന്നത് ഈ ഒരു സ്വത്വബോധമാണ്. ഞാൻ ആരാണെന്നുള്ള എൻ്റെ ബോധമാണ് എൻ്റെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും നമ്മുടെ വീക്ഷണങ്ങളെയും വിഷനെയും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇത് സ്വത്വബോധം നമുക്ക് നൽകുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ഒന്ന് സമുദായമാണ്, കമ്മ്യൂണിറ്റിയാണ്. മറ്റൊന്ന് ഫാമിലിയാണ്, കുടുംബമാണ്. കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. കുടുംബവും സമുദായവുമാണ് സ്വത്വബോധം നൽകുന്നത്. നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ഭാഷയും നമുക്ക് ലഭ്യമാകുന്നത് കുടുംബത്തിൽ നിന്നും സമുദായത്തിൽ നിന്നുമാണ്. സാമൂഹികവൽക്കരണത്തിലൂടെയാണ് ഇത് ലഭ്യമാകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭാഷ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലേ. നമ്മൾ ആരാണെന്നുള്ളൊരു ചിന്ത, അതിനെയാണ് നമ്മൾ സ്വത്വബോധം എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. അതാണ് സമുദായത്തിൽ നിന്ന് ലഭ്യമാകുന്നു എന്ന് പറയുന്നത്. സമുദായം നൽകുന്ന ഈ ഒരു ഭാഷയും സംസ്കാരവും ഉപയോഗിച്ച് ആണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്. വി അണ്ടർസ്റ്റുഡ് ദ വേൾഡ് യൂസിങ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് പ്രൊവൈഡഡ് ടു അസ് ബൈ അവർ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അതാണ് സ്വത്വബോധത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ഓഡിയോ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുമായി കാണാം.